ശ്രീ പഴകുളം മധു, എത്രത്തോളം ദഹിക്കുന്നുണ്ട് ഈ വാദങ്ങൾ? ഇപ്പോൾ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു പറഞ്ഞതിൻ്റെ ആ വാദത്തിൻ്റെ കുറച്ചുകൂടി വിശദീകരിച്ച രൂപമാണ് ശ്രീ ജയേന്ദ്രൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അസീസ് എന്ന ഉദ്യോഗസ്ഥൻ്റെ BJP ബന്ധം, അയാൾ വേറെ ഏതോ ഒരു പ്രതിയെ തെരഞ്ഞു പോകുന്നു, അതിനിടയ്ക്ക് യദു കയ്യിൽപ്പെടുന്നു. യദു ബന്ധമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ പറ്റി ഇല്ലാത്ത കാര്യം ദയവായി പറയാതിരിക്കൂ. എങ്ങനെ? ഞാൻ പറഞ്ഞിട്ടില്ല അയാളുടെ BJP ബന്ധമൊന്നും. അല്ല, എന്ത് ബന്ധമാണ്? പിന്നെ ആ ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം എന്താണ്? ഈ അബ്ദുൾ അസീസിന്റെയോ അല്ല, ഞാൻ അതിനോട് താങ്കൾ CPM ഉന്നയിച്ചതാണ്, CPM ഉന്നയിച്ച വാദം അതാണ്. അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞു വന്നത്? എന്താണ് ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം? അതെന്നോട് ചോദിച്ചില്ല, ഇപ്പോഴല്ലേ ചോദിക്കുന്നത്. പറയാം. അത് പിന്നെ ഇയാൾ BJP ബന്ധമുള്ള ആളാണെന്ന് എനിക്ക് എന്റെ ബോധ്യത്തിൽ വന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്ക് പക്ഷെ മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, ഉണ്ടെന്ന് കേൾക്കുന്നുമുണ്ട്. എനിക്കതിന് തെളിവൊന്നുമില്ല. ഇയാൾ BJP ബന്ധമുള്ള ആളാണെന്നോ കോൺഗ്രസ് ബന്ധമുള്ള ആളാണെന്നോ ഉദ്യോഗസ്ഥന്റെ താല്പര്യം എന്താണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ? ശ്രീ ജയേന്ദ്രൻ, ഉദ്യോഗസ്ഥന്റെ താല്പര്യം എന്താണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നതിൽ? അന്വേഷിക്കാം. അതെന്ന് യദുകൃഷ്ണൻ ഈ കേസ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എക്സൈസ് കമ്മീഷണറോട്, ഡെപ്യൂട്ടി കമ്മീഷണറോട് ആവശ്യപ്പെടുന്നുണ്ട്. അവരത് പുനരന്വേഷിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാണാനിരിക്കുന്നു. അതല്ല യദുകൃഷ്ണൻ കുറ്റവാളിയാണെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നടപടികളായിട്ട് മുമ്പോട്ട് പോകും. ആ കേസിൽ അങ്ങനെ പോകാവൂ, നിയമപരമായി തന്നെ പോയാൽ മതി. അല്ലാതെ ഞാൻ ഇയാൾ കോൺഗ്രസ് ആണെന്നോ BJP ആണെന്നോ യുവമോർച്ച ആണെന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ഇപ്പോൾ MV സഞ്ജു നേരത്തെ നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞൊരു കാര്യം, 62 പേർ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നൊക്കെ ആയി 62 പേർ വന്നിരിക്കുന്നു. ഈ 62 പേർക്കെതിരെയും ഈ തരത്തിൽ പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതായിരിക്കും ഫലം എന്ന് കാണിക്കാൻ വേണ്ടി അസീസ് എന്ന ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച കേസ്. പത്തനംതിട്ടയിലെ CPM പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറേ നാളുകളായി പുകഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവർത്തികളുടെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്ന ഈ നാടകങ്ങളെല്ലാം. കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഭരണഘടന പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, വളരെ മോശമായ ചില പശ്ചാത്തലമുള്ള ആൾക്കാരെ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം അവരുടെ ഓരോരോ മുൻകാല ചെയ്തികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ CPM പാർട്ടിക്ക് വന്ന അപജയത്തിൻ്റെ ഏറ്റവും ചീഞ്ഞ മുഖമാണ് പത്തനംതിട്ടയിലെ CPM. അവർക്ക് ഏത് അഴിമതിക്കാരെയും ഏത് കൊള്ളരുതാത്തവരെയും പാർട്ടിയിൽ സ്വീകരിക്കുന്നതിനും അവരെ വെള്ളപൂശുന്നതിനും യാതൊരു മടിയുമില്ല. ഇപ്പോൾ CPMന് വേണ്ടി സംസാരിച്ച ശ്രീ ജയചന്ദ്രൻ, സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് CPM പറഞ്ഞു കൊടുത്ത ആ കാര്യം അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് സ്വമേധയാ പറയുന്നതായിരിക്കാം, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്, എത്ര മോശമായിട്ടുള്ളൊരു കേസിലാണ് ഇവരൊക്കെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നത്. കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഉപകരണവുമായിട്ട് ഒരാളെ പിടിക്കപ്പെടുന്നു. അയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും എല്ലാം അടങ്ങുന്ന സംഘം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മറ്റൊരു പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരാണ്. അവരുടെ ചെയ്തികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ 2 ഗ്രാം കഞ്ചാവ് എന്തിനാണ് കൊടുക്കാനാണെങ്കിൽ ഈ എക്സൈസുകാരൻ പിടിക്കുന്നത്? 20 ഗ്രാം കഞ്ചാവ് പിടിപ്പിച്ചുകൂടെ? എന്തിനാണ് 2 ഗ്രാം മാത്രം പിടിപ്പിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ യഥാർത്ഥമായി നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അയാളുടെ യുവമോർച്ച ബന്ധം അത് എനിക്കറിയില്ല, ഞാൻ ആ ബന്ധത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇത്തരം കേസുകൾ ഉത്ഭവിക്കുമ്പോൾ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിനും കുറ്റവാളികളെ വെള്ളപൂശുന്നതിനും വളരെ വൃഥാശ്രമം നടത്തുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ CPM പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ അസാൻമാർഗിക പ്രവർത്തികളിലും CPMനൊരു പങ്കുണ്ട്. ആ പങ്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് ഓരോരോ തൊടി ന്യായങ്ങളുമുണ്ട്. ഈ പത്തനംതിട്ടയിലെ പാർട്ടി പറയുന്ന ന്യായങ്ങളെല്ലാം അത്തരം ന്യായങ്ങളാണ്. സത്യത്തിൽ യദുകൃഷ്ണനെ കഞ്ചാവുമായി പിടികൂടി, അയാൾ വലിക്കുന്ന ഉപകരണവും കണ്ടെന്ന് പറയുന്നു. അയാൾക്കെതിരെ കേസെടുത്താൽ CPM പാർട്ടി എന്തിനാണ് ഇത്ര ഹാലിളകി അയാളെ സംരക്ഷിക്കാൻ പോകുന്നത്? ഒരു മന്ത്രി എന്തിനാണ് സംരക്ഷിക്കാൻ പോകുന്നത്? എല്ലാ പാർട്ടികളെയും എല്ലാ അംഗങ്ങളും ഒരു കുറ്റവും ചെയ്യാത്തവരാണോ? കുറ്റം ചെയ്ത് കണ്ടുപിടിച്ചാൽ ആ പാർട്ടി അംഗത്തെ മാറ്റി നിർത്തുക, പുറത്താക്കുക, ശിക്ഷ നടപടി സ്വീകരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതിന് പകരം എല്ലാ ക്രിമിനൽ പ്രവൃത്തികളെയും സംരക്ഷിക്കുന്ന ഒരു അധോലോക സംസ്കാരമാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടിയെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായൊരു പരാജയം അവർക്കുണ്ടായത്. എല്ലാ പാർട്ടിയിൽ നിന്ന് അവർ ആളിനെ CPMലേക്ക് ചേർക്കുകയാണ്.
ഇവർ ചേർക്കുന്ന എണ്ണ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുകയുണ്ടായി. പക്ഷേ 65,000-70,000 വോട്ടിനാണ് ഇവർ ഈ ജില്ലയിൽ തോറ്റുപോയത് എന്ന കാര്യം അവർ വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഓരോ ചെയ്തികളും ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ CPM പാർട്ടിയുടെ ഒരു റിപ്ലിക്കയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മുഖമാണ് പത്തനംതിട്ടയിൽ. അതിൻ്റെ ഏറ്റവും ചീഞ്ഞ മുഖമാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടി. 5 അസംബ്ലി മണ്ഡലങ്ങളും ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നകളിച്ചും അഹങ്കരിച്ചും ഈ ജില്ലയിലെ സഹകരണ സംഘങ്ങൾ മദ്യലഹരി മാഫിയ ഇറക്കി പിടിച്ചെടുത്ത് എല്ലാം തങ്ങളുടെ കാൽച്ചുവട്ടിലായി എന്ന് അഹങ്കരിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ ജില്ലയിലെ CPM പാർട്ടിക്കുള്ളത്. ആ നേതൃത്വം ഒരു മന്ത്രിയെ ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാനും അവരെ പിന്തുണയ്ക്കാനും അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കാനുമൊക്കെ കേരളത്തിൻ്റെ ലഹരി വിരുദ്ധ കാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി തന്നെ രംഗത്ത് വരിക. അവർ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുക. ഇതൊക്കെ എന്ത് അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തെവിടെയാണ് ഇതൊക്കെ കാണാൻ കഴിയുക? പത്തനംതിട്ടയിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ CPM പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ CPM പാർട്ടിക്കുണ്ടായിട്ടുള്ള അപജയത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ഉള്ള അപജയം ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടി. ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം പത്തനംതിട്ടയിൽ അവർക്കുണ്ടായത്. ഇപ്പൊ CPM ആരും ഇതിൽ വന്നില്ലല്ലോ. CPM നേതാവ് എന്താണ് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ന്യായീകരിക്കുകയാണ്. ഈ പ്രതികൾ, കാപ്പ പ്രതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ അവർ ഇതുവരെ BJP-യിലായിരുന്നു. ഈ 2 പാർട്ടികളും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ CPM പാർട്ടിയാണ് അതിലേറ്റവും ഭീകരമായ മുഖമായി നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരം കേസിലെ പ്രതികളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഭരണഘടന സത്യപ്രതിജ്ഞ അധികാരം ഏറ്റ ഒരു മന്ത്രി തയ്യാറായി. അവർ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മറ്റ് നേതാക്കന്മാർ അവരെ പിന്തുണയ്ക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ CPM പാർട്ടിക്കകത്ത് നടക്കുന്ന തമ്മിലടിയും കുതികാൽ വെട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. CPM പാർട്ടി തമ്മിലടിച്ച് തലതല്ലി കീറുകയാണ്. എല്ലാ പാർട്ടിയും ആളിനെ പിടിച്ചു. ഞങ്ങൾ ഈ ജില്ല മൊത്തം കൈയടക്കി പിടിച്ചെടുത്തു. സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ക്രിമിനലുകളെ ഉപയോഗപ്പെടുത്തിയാണ്. ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന സഹകരണ സംഘങ്ങൾ CPM പാർട്ടി വാടക ഗുണ്ടകളെയും ക്രിമിനലുകളെയും ലഹരി മാഫിയകളെയും വിലക്കെടുത്ത് സഹകരണ സംഘത്തിലേക്ക് വന്ന് അവിടെ വോട്ട് ചെയ്യാൻ വരുന്നവരെ അടിച്ചോടിച്ച് ജനാധിപത്യം പിടിച്ചെടുക്കുന്ന രീതിയാണ്. ഇത്തരം ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വമായി അയാളെ പഴിചാരി അയാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്തിനാണ് ഈ CPM പാർട്ടി ഈ വൃത്തികളെ കാണിക്കുക എന്നാണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാത്തത്. ശരി, അതുകൊണ്ട് ഈ ജില്ലയിലൊരു മന്ത്രി ഇതിന് മറുപടി പറയണം. പത്തനംതിട്ടയിലെ മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അവർ മുഷ്ടി മുദ്രാവാക്യം വിളിച്ചു, അവർ സ്വീകരിച്ചു. അഭിമാന പുളകത്തോടെ അവർ നിന്ന ചിത്രം നമ്മളെല്ലാം കണ്ടതാണ്. അവരാണ് മറുപടി പറയേണ്ടത്. ആരെയാണ് അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്? അവരുടെ പശ്ചാത്തലം എന്താണ്? എന്താണ് പത്തനംതിട്ടയിലെ CPM പാർട്ടിക്ക് ഈ നെസസിറ്റി? 5 അസംബ്ലി മണ്ഡലങ്ങളും ഇവർ കൈയടക്കി വെച്ചിരിക്കുകയല്ലേ. ഈ സ്ഥലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPM പാർട്ടി പരാജയപ്പെട്ടത്, തകർന്നത്? ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് ഈ നേതാക്കന്മാരുടെ ചെയ്തികളാണ്, കൊള്ളരുതായ്മകളാണ്. ജനങ്ങൾ കാണുന്നുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ കാഴ്ചയാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കിടക്കാൻ പോകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.